بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റെന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് SSC സൗത്ത് സുന്ന കക്കടിപ്പാറ ദർസ് സംഘടിപ്പിക്കുന്ന വസീല 25 പ്രൗഢമായ വേദിയിലാണ്. നാദം സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ്. അതായത് ലോകത്ത് കഴിഞ്ഞുപോയ അല്ലാഹുവിന്റെ 1,24,000 അംബിയ മുർസലീങ്ങൾ ഈ ലോകത്ത് കാണിച്ചതും പഠിപ്പിച്ചതുമാണ് അറിവ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞത്, ഞാനും നിങ്ങളും ഒരുപാട് സുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഇൽമ പഠിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം പഠിക്കുന്ന ഇൽമ് വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ ഈ ലോകത്തോട് ചോദിച്ചൊരു വലിയ ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന ലാ യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയേ, അങ്ങ് ഈ ലോകത്തോട് ചോദിക്കുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ? അല്ല എന്നാണ് അതിന്റെ മറുപടി. കാരണം അറിവുള്ളവനക്ക് നല്ല എല്ലാ വിഷയത്തിലും നല്ല ബോധമുള്ളവനായിരിക്കും. അല്ലാതെ അറിവില്ലാത്തവനെ പോലെയല്ല. നല്ല ധാർമ്മികമായി ജീവിക്കാനും മാനവികമായ ഇടപെടാനുമുള്ള കഴിവ് അത് അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാഹു തആല ലോകത്തിനൊട്ടാകെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരായ നബിമാർക്ക് പ്രത്യേകം നൽകിയിരിക്കുന്നത്, അല്ലാഹു തആല പ്രത്യേകം നൽകിയിരിക്കുന്നത് അത് അറിവാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഇസ്തിഗാലു ബിൽ അഫ്ളൽ ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്. അല്ലാഹുവിനെ വഴിപ്പെട്ട് ഇബാദത്തിൽ വെച്ച് ഏറ്റവും സമയം ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് അറിവുമായി ബന്ധപ്പെട്ട സമയം ചെലവഴിക്കുന്നതാണ്. നാം എല്ലാവരും അറിവുള്ളവരെ സ്നേഹിക്കുന്നവരും അതുകൊണ്ട് പാരത്രിക ലോകം വിജയിക്കണമെന്നും ആയിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.